ക്രൈസ്തലോ ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ ഐശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമകത്തായ വിടുതലുകളെയും അനുഗ്രഹങ്ങളെയും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത നമ്മളെ ബന്ധിക്കുന്ന ചങ്ങലകളെ അഴിക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. പ്രതികൂലത്തിന്റെ ചങ്ങലകളെ അഴിക്കുന്ന സർവശക്തനായ ദൈവം പലപ്പോഴും നാം അറിയാതെ നമ്മെ ബന്ധിച്ചു ഒതുക്കിക്കളയുന്ന ചില സാഹചര്യങ്ങൾ, നമ്മുടെ വഴികളും യാത്രകളെയും മുടക്കി ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ, ശത്രുവാകുന്നവൻ ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് ഒരിഞ്ചു പോലും അനങ്ങാൻ കഴിയാത്ത നിലവാരത്തിൽ ഒതുക്കിക്കളയുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും ദൈവാത്മാവ് ആ പ്രതികൂലത്തിന്റെ ചങ്ങലകളെ അഴിച്ച് ക്രിസ്തുവിൽ സ്വതന്ത്രരായി വിടുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞ് വീണു. ഇവിടെ ദൈവാത്മാവിൽ ചിന്തിക്കപ്പെടുന്ന ദൈവിക ചിന്ത എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ധിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 16-ാം വാക്യം മുതൽ വായിച്ചു വരുന്ന ഒരു കാരണമുണ്ട്. വെളിച്ചപ്പാടത്തി എന്ന ഒരു സ്ത്രീയുടെ ഭൂതത്തെ ശാസിക്കുവാനിടയായി തീർന്നപ്പോൾ അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, യജമാനന്മാർക്ക് അവരുടെ ലാഭം നഷ്ടപ്പെട്ടു പോയി എന്ന് കണ്ടാണ് പൗലോസിനെയും ശീലാസിനെയും ബന്ധിക്കുവാനിടയായി തീർന്നത്. വെളിച്ചപ്പാടത്തിയിൽ നിന്ന് ലാഭം കൊയ്തുകൊണ്ടിരുന്ന ചില യജമാനന്മാരുടെ നടുവിൽ ലഭിച്ചുകൊണ്ടിരുന്ന ലാഭം, നന്മ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിന്റെ അകത്തളത്തിൽ ഒതുക്കി അവര് ചങ്ങലകളാൽ ബന്ധിച്ച് ആമത്തിൽ ഇടുവാനിടയായി. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ഒരു ദൈവ പൈതലിന് മുന്നോട്ട് കടത്തിവിടാതെ ചില വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുത്തു എന്നുള്ളതിന്റെ കാരണത്താൽ ചില വെളിച്ചപ്പാടത്തികളുടെ അവളിൽ വ്യാപരിച്ചിരുന്ന പിശാചിന്റെ പ്രവർത്തനത്തെ അഴിച്ചുവിട്ടതിന്റെ പരിണിത ഫലമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള കാരണത്താൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ ഒതുക്കുവാനിടയായി തീർന്നു. അവരെ ചങ്ങലകളാൽ ബന്ധിച്ച് ആമത്തിൽ ഒതുക്കിക്കളയുമ്പോഴും അഭിഷേകമുള്ളവൻ കാരാഗൃഹത്തിൽ ഒതുങ്ങിപ്പോകാൻ തീരുമാനിച്ചില്ല.
അഭിഷേകമുള്ളവൻ കാരാഗ്രഹത്തിനകത്തളത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണമിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ദൈവിക ദൂത് വിളിച്ചു പറയാം. കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ ജീവിത മേഖലയിൽ വന്നാലും ചില വിടുതലുകൾ നിന്നിൽ കൂടി ഉണ്ടായതിന്റെ കാരണത്താൽ, ചിലരെ നീ സഹായിച്ചതിന്റെ കാരണത്താൽ, ചിലരെ നീ കൈത്താങ്ങിയതിന്റെ കാരണത്താൽ, ഒരുപക്ഷെ നിന്നെ ബന്ധിച്ച് കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ ആക്കിയാലും അവിടെയും മടുത്തു പോകാതെ, അവിടെയും നിരാശപ്പെട്ടു പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ, ആരാധനയുടെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ നിന്നെ ബന്ധിച്ച ബന്ധനം, ആ ചങ്ങലയെ ദൈവാത്മാവ് അഴിക്കുവാൻ തക്കവണമിടയായി തീരും. അതിന് നീ ഒരു പ്രവാചകന്മാരെയും ആശ്രയിക്കേണ്ട, ഒരു മേഖലകളിലും നീ കടന്നു പോകേണ്ട. കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലാണെങ്കിലും ആമേൻ, അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കാനേ കഴിഞ്ഞുള്ളൂ. നാവിനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ, അവരുടെ പാട്ടിനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ പ്രാർത്ഥനയെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ അഭിഷേകത്തെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ, ബന്ധനത്തിന്റെ അകത്തളത്തിൽ ചങ്ങലകളാൽ കാലുകൾ ബന്ധിക്കപ്പെട്ട ആമത്തിന്റെ അകത്തളത്തിൽ അവൻ ഒതുങ്ങപ്പെട്ട് കിടക്കുമ്പോഴും പുറത്തു പോകാൻ നിർവാഹമില്ലാതെ അവൻ ഒരേ മേഖലയിൽ അടയപ്പെട്ടപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആമൻ അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായപ്പോൾ ആമൻ അവരുടെ മേൽ ബന്ധിക്കപ്പെട്ടിരുന്ന ബന്ധനത്തെ ദൈവാത്മാവ് അഴിക്കുവാൻ തക്കവണമിടയായി തീർന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ദൂത് വിളിച്ച് പറയാം, നിന്റെ യാത്രയെ ബന്ധിക്കുന്ന, നിന്റെ ജോലിയെ ബന്ധിക്കുന്ന, നിന്റെ നന്മയെ ബന്ധിക്കുന്ന, നിന്റെ ആരോഗ്യത്തെ ബന്ധിക്കുന്ന, നിന്റെ ആയുസ്സിനെ ബന്ധിക്കുന്ന, നിന്റെ തലമുറയെ ബന്ധിക്കുന്ന, നിന്റെ ഭവനത്തെ ബന്ധിക്കുന്ന ചില പിശാചിന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ആമൻ തയ്യാറാകുന്നു എങ്കിൽ, ആ കാരാഗ്രഹത്തെ വകവയ്ക്കാതെ, ആ ചങ്ങലകളെ വകവയ്ക്കാതെ, കാവൽ നിൽക്കുന്ന പടയാളികളെ വകവയ്ക്കാതെ, ഇടവും വലവും നിനക്കെതിരെ ശക്തമായി പിശാച് കാവൽക്കാരൻ നിർത്തിയതുപോലെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ, മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ നിന്റെ യാത്രയെ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ, അതിന്റെ നടുവിലിരുന്നു കൊണ്ട് നിന്റെ ഹൃദയത്തെ അറിയുന്ന, നിന്നെ അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാവുകളെ ചലിപ്പിച്ച് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തെ ദൈവം അവിടുന്ന് മാറ്റി ജീവിത മേഖലയിൽ നാളിതുവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളുടെ ബന്ധനത്തെ അഴിച്ച് ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണമിടയായി തീരും. ആരാണോ നിന്നെ കാവൽ നിർത്തി ബന്ധിച്ചൊതുക്കിയിരിക്കുന്നത്, അവരിൽ കൂടി ഒരു ദൈവാത്മാവിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെടുവാനിടയായി തീരും. ആരാലാണോ നീ തകർക്കപ്പെട്ടത്, ആരാലാണോ നീ ബന്ധിക്കപ്പെട്ടത്, ആരാലാണോ നീ കാവലിനുള്ളിൽ ഒതുക്കപ്പെട്ടവര്, അവരിൽ കൂടി ദൈവാത്മാവ് ചില പ്രവർത്തികളെ നിന്റെ മേൽ അവിടുന്ന് പകർന്ന് നിന്നെ സ്വതന്ത്രയായി പുറത്തു കൊണ്ടുവരുവാൻ തക്കവണമിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ നിരാശപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, വിഷയത്തിന്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ തയ്യാറാണോ? നിന്റെ ഏത് വിഷയമാണോ ബന്ധിക്കപ്പെട്ടത്, ഏത് വിഷയത്തിലാണോ നീ ഒതുക്കപ്പെട്ടത്, ആ വിഷയത്തിന് ദൈവാത്മാവ് അവിടുന്ന് വിടുതൽ തന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. ആ കാരാഗ്രഹത്തിന്റെ ബന്ധനത്തെ ദൈവം അഴിക്കുവാൻ ഇടയായി തീരും. നിന്നെ സ്വതന്ത്രയായി
പുറത്തു കൊണ്ടുവരുവാൻ, ബന്ധിക്കപ്പെട്ടവരുടെ മുന്നിൽ കെട്ടഴിയപ്പെട്ടവരായി സ്വതന്ത്രരായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീരും. ആമേൻ. അതിനാൽ ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ആ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രത്യാശയിൽ മുന്നേറുവാൻ നിന്റെ ഹൃദയത്തെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം വിടുതലും ആശ്വാസവും അനുഗ്രഹവും പകരുമാറാകട്ടെ. ആമേൻ.